രോഗലക്ഷണങ്ങൾ മൂർച്ഛിച്ച് ന്യൂമോണിയ, അതായത് ശ്വാസകോശത്തിൽ അണുബാധയുടെ അവസ്ഥ പ്രകടമാകുന്നു. അതേ തുടർന്ന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് വരുന്നു. ഇങ്ങനെ വരുന്ന ഒരു ഘട്ടത്തിലാണ് പലപ്പോഴും ഇവരെ അഡ്മിറ്റ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അത് സ്വാഭാവികമായും 6 മാസം തൊട്ട് 12 മാസം വരെ പ്രായമുള്ള കുട്ടികളിൽ അത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞ കുട്ടികൾ ഉണ്ടാകാം. അത് പല കാരണങ്ങൾ കൊണ്ടുവരാം. പോഷകാഹാരക്കുറവ് കൊണ്ടുവരാം. ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ കുട്ടികളെയും അപൂർവമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്തരം കുട്ടികളിൽ വരാം. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസ്, അതായത് നമ്മുടെ തന്നെ രോഗപ്രതിരോധ ശക്തി അമിതമായി നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെ തകർക്കുന്ന തരത്തിലുള്ള രോഗാവസ്ഥകൾ വ്യാപകമാണ് കുട്ടികളിലും. അതിന്റെ ചികിത്സ എടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ പലപ്പോഴും ഈ രോഗപ്രതിരോധ ശേഷി അമിതമാകുന്ന തടയാൻ സഹായിക്കുന്ന മരുന്നുകൾ കൊടുക്കേണ്ടി വരും. ഇത്തരം കുട്ടികൾ പലപ്പോഴും ഈ അണുബാധ വരാനും അത് സങ്കീർണമാകാനും സാധ്യത കൂടുതലുള്ള കുട്ടികളാണ്. ഇത്തരം കുട്ടികളിൽ മാത്രമാണ് അതൊരു ഗുരുതരാവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുള്ളത്. അല്ലാതെ പൂർണ്ണമായ ആരോഗ്യമുള്ള ശാരീരികമായി മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത കുട്ടികളിൽ ഇത് വലിയ സങ്കീർണതകളിലേക്ക് പോകാറില്ല എന്നുള്ളതാണ് സത്യം.